ഇന്ത്യയുടെ ദൈവിക മഹാകഥകളിൽ ഒരുപാട് പ്രാധാന്യം പുലർത്തുന്നതാണ് വാമനാവതാരം. ഇത് ഭഗവാൻ മഹാവിഷ്ണുവിന്റെ 5ാമത്തെ അവതാരമാണ്. ഈ കഥ നമ്മളെ വിനയത്തെയും ഭക്തിയെയും കുറിച്ച് പഠിപ്പിക്കുന്നു. അസുരരാജാവ് മഹാബലി ശ്രേഷ്ഠനായ ഭരണാധികാരിയായി ലോകമാകെ പ്രശസ്തനായിരുന്നു. ദാനധർമ്മങ്ങളിൽ തുല്യനില്ലായിരുന്നു അദ്ദേഹത്തിന്. പക്ഷേ അദ്ദേഹത്തിനുള്ളിൽ ഉടലെടുത്തിരുന്ന ഒന്നാണ് അഹങ്കാരം. മഹാബലി ദേവന്മാരെ പോലും കീഴടക്കി സ്വർഗ്ഗത്തിലേക്കും രാജ്യത്വം പതിപ്പിച്ചപ്പോൾ ദേവതകൾ ഭയന്ന് ശ്രീമഹാവിഷ്ണുവിന്റെ ശരണം പ്രാപിച്ചു. അപ്പോൾ വിഷ്ണു ഒരു ചെറിയ ബ്രാഹ്മണ ബാലന്റെ രൂപത്തിൽ ഭൂമിയിലെത്തി. ഇതായിരുന്നു വാമന അവതാരം. വാമനൻ മഹാബലിയുടെ യാഗശാലയിലെത്തി പറഞ്ഞു, രാജാവേ, ദയവായി എനിക്ക് 3 അടി ഭൂമി മാത്രം ദാനം ചെയ്യാമോ? മഹാബലി ചിരിച്ചുകൊണ്ട് സമ്മതിച്ചു. അപ്പോഴാണ് അത്ഭുതം സംഭവിച്ചത്. വാമനൻ വലുതായി ആകാശം തൊടുന്ന മഹാപ്രഭുവായി മാറി. ഒരടി കൊണ്ട് ഭൂമി, 2ാമത്തേത് കൊണ്ട് ആകാശം, ഇനി 3ാമത്തേത്. മഹാബലി വിനീതനായി പറഞ്ഞു, ഭഗവാനെ, 3ാമത്തേത് എന്റെ തല തന്നെ ആക്കിക്കോളൂ. അത് കേട്ട ഭഗവാൻ വികൃതിയോടെ തന്റെ ചരണം തലയിൽ വെച്ചു. മഹാബലി പാതാളത്തിലേക്ക് അയക്കപ്പെട്ടു. പക്ഷേ ഭഗവാൻ അദ്ദേഹത്തിന്റെ ഭക്തിയെയും വിനയവും കണ്ടു. ഒരു മഹാ അനുഗ്രഹം നൽകി. ഓരോ വർഷവും നിനക്ക് ഭൂമിയിലെ ജനങ്ങളെ കാണുവാൻ വരാം. ഇതാണ് നാം ഇന്ന് ആഘോഷമാക്കുന്ന ഓണം എന്ന മഹോത്സവത്തിന്റെ ആരംഭം. അഹങ്കാരമില്ലാതെ വിനയത്തോടെ ഭക്തിയോടെ ജീവിക്കുമ്പോഴാണ് ദൈവം നമ്മളിൽ പ്രത്യക്ഷമാകുന്നത്. ഇത് പറയുന്നതാണ് വാമനപ്രഭുവിന്റെയും മഹാബലിയുടെയും കഥ.